ഇരിക്കുന്നുള്ളവേ. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനിൽ സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 8 ഇഞ്ചിൻ്റെ ഒരു സിബാണ് ഇതുപോലെ എടുത്തിരിക്കുന്നത്. 8 ഇഞ്ചിൻ്റെ വാങ്ങിച്ചാൽ മതിയേ. അതിനുശേഷം നമ്മൾ ഈ കറക്റ്റ് സെൻറ്റർ, നമ്മളുടെ നെക്കിൻ്റെ പോർഷനിൽ കറക്റ്റ് സെൻറ്റർ വരുന്നിടത്ത് നമ്മൾ ഒരു 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നൈറ്റിക്കൊക്കെ ഒരു 6 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമ്മളിങ്ങനെ 6 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കിട്ടും. അതിനുശേഷം നമ്മൾ ഈ കറക്റ്റ് സെൻറ്റർ അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടം വരെ മാത്രമേ നമ്മളിങ്ങനെ കട്ട് ചെയ്യാവുള്ളൂ. ഇനി നമ്മളിങ്ങനെ ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ്. നമ്മളൊരു 10.5 ഇഞ്ചോളം ഒക്കെ ലെങ്ത് എടുത്തിട്ടുണ്ട്, ഒരു 3 ഇഞ്ചോളം വിഡ്ത്തും എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3 സൈഡ് നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മെയിൻ നമ്മളുടെ ക്ലോത്തിനെ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെയും നമുക്ക് ഡബിൾ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്റ്റിച്ചിന് തയ്യൽ തുമ്പ് ഇടുന്ന രീതിയിലായിരിക്കണം നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് 2 സൈഡിൽ വരുന്ന രീതിയിലും. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പീസ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു സൈഡ് വഴി പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് നീറ്റായിട്ട് അകത്തേക്ക് മടക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മളിങ്ങനെയൊന്ന് മടക്കി കൊടുക്കുകയാണ്. പിൻ ചെയ്ത് കൊടുക്കുകയോ അയൺ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതി, നീറ്റായിട്ട് ഇരിക്കുന്നില്ല എങ്കിൽ. അതിനുശേഷം നമ്മൾ സിബ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഇപ്പം നോക്കാവേ. നമുക്ക് ഒരു അല്പം നീണ്ടു നിൽക്കണേ. ഒരുപാട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നാലും കുറച്ച് നമുക്കവിടെ നീണ്ടു നിൽക്കണേ. എന്നിട്ട് ഈ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് അകത്തേക്ക് ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സിബ് എടുത്തതിന് ശേഷം സിബിൻ്റെ ആ നല്ല വശമാണ് ഇങ്ങനെ നമ്മൾ ആ പിടിക്കുന്ന അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം നീണ്ടു നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളാക്കി ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഒന്നെങ്കിൽ പിൻ കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ നേരിട്ട് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യമേ നമ്മളൊന്ന് ലോക്കിട്ട് 2-3 പ്രാവശ്യം ആ ഒരു എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് താഴേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് കൊണ്ടിരുന്നു. കോർണർ വരുമ്പോൾ നമ്മൾ ഇതുപോലെ തിരിച്ച് 1-2 കാണി ഇങ്ങോട്ട് തിരിച്ച് ഇപ്പുറത്താക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു സൈഡും നമ്മൾ ആ സിബുമായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടവും ഇതുപോലെ നീണ്ടു നിൽക്കുന്നത് ഒരുപാടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരല്പം നീണ്ടു നിൽക്കണേ. അവിടെ നമ്മൾ ഇങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നു, ഒന്ന് മടക്കി കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഈ സിബിൻ്റെ നീണ്ടു നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി നമ്മൾ അവിടെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കണേ. 1-2 പ്രാവശ്യം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗം എടുക്കാവേ. അപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സിബ് ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടേക്ക് ഈ കവർ ചെയ്ത് വെക്കുമല്ലോ ഈ നൈറ്റിക്കൊക്കെ, അതിനായിട്ടുള്ള ഒരു പീസ് എടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ആ നെക്കിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു കളർ എടുത്ത് ഇതുപോലെ നമ്മളിങ്ങനെ ഷേപ്പാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഷേപ്പിൻ്റെ സൈഡ് വഴി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിന് നമ്മളൊരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്, അല്ലാതെ ഇതിങ്ങനെ വെച്ച് കൊടുക്കണമെന്നൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ബാലൻസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു പീസ് ക്ലോത്ത് കൂടെ എടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കറക്റ്റ് ആ കോർണറിൻ്റെ ഷേപ്പ് വരുന്നിരിക്കുന്ന ആ കോർണറിൽ നിന്ന് 2 സൈഡിലേക്ക് നമ്മൾ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ. ഇനി 1 ഇഞ്ച് നമുക്ക് 1 ഇഞ്ച് വീതി നമുക്ക് ടോട്ടൽ കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ 1.5 ഇഞ്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 ഇഞ്ച് കൊടുത്ത് നമ്മളിങ്ങനെ ഒരു സൈഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു സൈഡ് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ബാലൻസ് നിൽക്കുന്നത് നമുക്ക് ഒത്തിരി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ തിരിച്ചെടുത്തതിന് ശേഷം ഈ പോയിൻ്റ് കറക്റ്റ് വരുന്നത് തമ്മിൽ നമ്മളിങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഡിസൈൻ വരേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഡിസൈൻ വരേണ്ടതുകൊണ്ട് നമുക്ക് എവിടെയാണ് നോക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് എവിടെയാണോ വന്നിരിക്കുന്നത് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ട ലെങ്ത് നമുക്ക് ആ സിബിനെക്കാട്ടിലും ഒരു അല്പം കൂടെ താഴേക്കിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ രണ്ട് സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് എവിടെയാണോ മാർക്ക് ചെയ്തിരിക്കുന്നില്ല അവിടെ നമ്മൾ ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ബാലൻസ് ഉള്ളതെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ട് നമ്മൾ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോർണറൊക്കെ നമ്മൾ ഇതുപോലെ ഷാർപ്പാക്കി നല്ല നീറ്റാക്കി കൊടുക്കണേ. ഇങ്ങനെ നമ്മൾ വെച്ച് നല്ല നീറ്റാക്കി ഇപ്പം നമ്മുടെ ഈ സ്ട്രിപ്പ് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ഈ സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്ത് ഇങ്ങനെ സൈഡ് വഴി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നൈറ്റിക്കായിട്ട് ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ആ സിബിനെക്കാട്ടിലും ഒരു 1.5 ഇഞ്ച് കൂടെ താഴേക്ക് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് നമ്മളിങ്ങനെ ഒന്ന് മറച്ചിടുന്നു. അതിനുശേഷം ഇതിൻ്റെ സൈഡ് ഇവിടെ നമ്മൾ ഇങ്ങനെയൊന്ന് ലോക്കാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു ഹുക്ക് കൂടെ വെച്ച് കൊടുക്കണേ, നൈറ്റിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിപ്പോൾ ഒരു ഹുക്കും ത്രെഡ് കൊണ്ട് തന്നെ ഒരു ഹോളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ത്രെഡ് കൊണ്ട് ഹോൾ ഇട്ട് കൊടുക്കുന്ന വീഡിയോ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗം